ഒരു പുതിയ മാസത്തിൻ്റെ പ്രാരംഭ കർത്തൃദിന പ്രഭാത ആരാധനയിലേക്ക് ഏവർക്കും സ്നേഹവന്ദനം. ദൈനംദിന നമ്മുടെ ജീവിത പ്രവൃത്തികളിലും സാഹചര്യങ്ങളിലും ക്രിസ്തുവിൻ്റെ നിരന്തരമായ കൂട്ടായ്മ അനുഭവിക്കുവാൻ ഈ ആരാധന നമുക്ക് ശക്തി പകരട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. എൻ്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ ദൃഷ്ടിയും എൻ്റെ ഹൃദയവും എല്ലായ്പ്പോഴും നിങ്ങളുടെ മേൽ ഇരിക്കും. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, യാചനകൾക്ക് ഉത്തരമരുളുന്ന, അന്വേഷിക്കുന്നവർക്ക് വെളിപ്പെടുന്ന, മുട്ടുന്നവർക്ക് പുതുവാതിൽ തുറക്കുന്ന അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. വിവിധ ഇടങ്ങളിൽ എന്നാൽ ആത്മാവിൽ ഐക്യത്തിൽ ഞങ്ങൾ ഒന്നിച്ച് ആരാധിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളിൽ പ്രസാദിക്കണമേ. അവിടുത്തെ ദിവ്യ കടാക്ഷം ഞങ്ങളിൽ പകരണമേ. ക്രിസ്തേശു നിമിത്തം ഞങ്ങളുടെ യാചന കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 11ാമത്തെ ഗീതം ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് ആലപിക്കാം. ഗീതം 11. ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമത്തെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യാം. ആരാധനക്രമം 3-ാം പുറം 1-ാം ഭാഗം സ്തുതി ലിത്താനികൾ. 3-ാം പുറം 1-ാം ഭാഗം. ദൈവമേ, സിയോനിൽ സ്തുതി അങ്ങേക്ക് യോഗ്യം, അങ്ങേക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, സകല ജഡവും അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്, അവിടുത്തെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു, നാമോ അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കിലെ ആടുകളും തന്നെ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പക്കൽ കരുണയും മോചനവും ഉണ്ട്. ഞങ്ങളോ ദൈവത്തോട് മത്സരിച്ചു. അവിടുന്ന് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടക്കാൻ
ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കുകയില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവിടത്തോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയുവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കി ഹൃദയങ്ങളെ ഏകാഗ്രപ്പെടുത്തി വളരെ വിനയത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പിഴവുകൾ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആരാധനക്രമം 9-ാം പുറത്ത് നൽകിയിരിക്കുന്ന ഒന്നാമത്തെ അനുതാപ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 9-ാം പുറം 1-ാമത്തെ പ്രാർത്ഥന. സർവശക്തനും മഹാകാരുണ്യമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യവുമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വെട്ടിത്തിരിഞ്ഞ് ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയയുള്ള പിതാവേ, ഞങ്ങൾ അനുതാപ ഹൃദയങ്ങളോടെ അങ്ങയിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൻ്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങേ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തിരികെ തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടെ നിന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു. നിൻ്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവം അനുദിന ജീവിതത്തിൽ ചെയ്യുന്ന നന്മകൾ ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് നന്ദി കരേറ്റാം. 14-ാം പുറത്ത് നൽകിയിരിക്കുന്ന പൊതുവായ സ്തോത്ര പ്രാർത്ഥന ഏറ്റവും കൃതജ്ഞത സ്തോത്രയാഗമായി ദൈവസന്നിധിയിൽ നമുക്ക് അർപ്പിക്കാം. 14-ാം പുറം പൊതുവായ സ്തോത്രം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായി എല്ലാറ്റിനുമേലായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായി ഞങ്ങളെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടി, മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കരുണകളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. നമുക്ക് ഇന്നത്തേക്ക് നൽകിയിരിക്കുന്ന സങ്കീർത്തന പാഠം പ്രതിവാക്യങ്ങളായി വായിക്കാം. 23-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യങ്ങളായി നമുക്ക് വായിക്കാം. സങ്കീർത്തനം 23. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു.
എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇന്നത്തേക്ക് നൽകപ്പെട്ടിരിക്കുന്ന തിരുവചന പാഠം ഇപ്പോൾ വായിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തന്നിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിപ്പിൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 33 വരെ. അന്നു തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മവോസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ചതൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്നു പേരുള്ളവൻ, യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് യേശു അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രേനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞു ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്നു സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല താനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോട് കൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. യേശു അവരോട് കൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ യേശുവിനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഇവിടെ ഇന്നത്തേക്കുള്ള വേദഭാഗം വായിച്ചവസാനിച്ചു. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രപ്പെടുത്താം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കൃപയും കരുണയും ദീർഘക്ഷമയുമുള്ള സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, സത്യമായി അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായുള്ളവേ, അനുഗ്രഹം നിറഞ്ഞ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ഈ പുതുപ്രഭാതത്തിനായി സ്തോത്രം. അപ്രതീക്ഷിതമായ സംഭവിക്കുന്ന അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഈ ലോക സാഹചര്യത്തിൽ അചഞ്ചലമായ ദൈവസ്നേഹം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. തിരുമുഖത്തേക്ക് നോക്കിയവരെ ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കാത്ത അവിടുത്തെ സ്നേഹത്തിൽ ഞങ്ങൾ വീണ്ടും ശരണപ്പെടുന്നു. ഈ വരുന്നൊരാഴ്ചയുടെ ദിനങ്ങൾ ഞങ്ങൾ അങ്ങയിൽ ആരംഭിക്കുവാനും അങ്ങയിൽ ആനന്ദിക്കുവാനും അങ്ങയാൽ അനുഗ്രഹിക്കപ്പെടുവാനും സഹായിക്കണമേ. ഇടവകയിലെ ജനത്തെയും ഈ പ്രദേശമധ്യയെ പാർക്കുന്നവരായ സകല ജനത്തിനായും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു.
എല്ലാ കുടുംബങ്ങളിലും അങ്ങ് കർത്താവും രാജാതിരാജാവും സമാധാന പ്രഭുവുമായി നായകത്വം വഹിക്കണമേ. ലോകം മുഴുവൻ ഒരു ആശുപത്രി കിടക്ക പോലെ രോഗാതുരമായിരിക്കുന്ന അവസ്ഥയെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. അങ്ങല്ലോ സൗഖ്യദായകൻ, അവിടെ നല്ലോ ആശ്വാസപ്രദൻ. കൊറോണ രോഗ തീവ്രബാധിത രാജ്യങ്ങൾക്കായും സംസ്ഥാനങ്ങൾക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സർക്കാർ സംവിധാനങ്ങൾക്കായും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. വൈദ്യസഹായം നൽകുന്നവർക്കായും ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന സകല ശുശ്രൂഷകർക്കായും അവരുടെ കുടുംബാംഗങ്ങൾക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രമസമാധാന പാലകരായും ഫയർഫോഴ്സ് തുടങ്ങി മറ്റ് ജനസേവകരായും ദൈവ ദിവസങ്ങളിൽ വിധങ്ങളായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന എല്ലാവർക്കുമായി ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നിരാലംബരായ അനേകർക്ക് ഭക്ഷണവും മരുന്നും മറ്റവശ്യ സാധനങ്ങളും എത്തിച്ചു നൽകുന്ന സന്നദ്ധ പ്രവർത്തകർക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നാഥ, വളരെ വ്യാകുലരും ആകുലരുമായി കഴിയുന്ന തദ്ദേശീയരായ ഞങ്ങളുടെ പ്രദേശവാസികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൊഴിൽ ചെയ്ത് ജീവസന്ധാരണ മാർഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള തടസ്സങ്ങൾ വേഗത്തിൽ മാറ്റപ്പെടുവാൻ അവിടെ നിന്ന് തിരിഹിതമാകണമേ. ഭക്ഷണ ദൗർലഭ്യതയോ ദാരിദ്ര്യ ദുഃഖങ്ങളോ ഞങ്ങളുടെ സമൂഹത്തിലുണ്ടാകാതെ കാക്കണമേ. ആരോഗ്യ പ്രശ്നങ്ങൾ കൂടാതെ ഏവരെയും കാത്തുകൊള്ളണമേ. പ്രത്യേകിച്ച് ശൈശവപ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കായും വാർദ്ധക്യ മാതാപിതാക്കൾക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരിക രോഗ ആവശ്യത അനുഭവിക്കുന്നവർക്ക് രോഗസൗഖ്യം അങ്ങ് നൽകണമേ. അസ്ഥി സംബന്ധമായി, നാഡീസംബന്ധമായി, രക്തസമ്മർദ്ദ രോഗങ്ങൾ കഴിമപ്പെട്ട് മറ്റു പലതരത്തിലുള്ള ഉദര രോഗങ്ങളും ത്വക്ക് രോഗങ്ങളും ഈ വിധത്തിൽ പലതരത്തിൽ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർക്ക് സൗഖ്യവും സാന്ത്വനവും അങ്ങ് പകരണമേ. പ്രത്യേകിച്ചുനാഥ, അഖിൽ ഭവനിൽ ശ്രീ ജസ്റ്റിൻ രാജൻ സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരിക രോഗ ക്ഷീണാവസ്ഥകളുടെ മധ്യേ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചില ദിനങ്ങളായിട്ട് ചികിത്സയിൽ കഴിയുന്നു. ദൈവം അവിടുന്ന് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ പ്രിയ സഹോദരനെ അങ്ങ് സമ്പൂർണ്ണമായി കഴുകണമേ. അവിടുത്തെ അടിപ്പിണറുകളാൽ ഞങ്ങൾക്കും വാഗ്ദത്തം നൽകിയ സൗഖ്യ അനുഭവം തൻ്റെ ജീവിതത്തിൽ അങ്ങ് പകരണമേ. ദൈവമേ, അവിടെ അത്ഭുതകരമായി വിടുവിച്ചെന്ന് കേൾക്കുവാൻ വരും ദിവസങ്ങളിൽ ഞങ്ങൾ അറിയുമ്പോൾ ദൈവം സൗഖ്യപ്പെടുത്തി ഭവനത്തോട് ചേർന്ന് ദൈവം അങ്ങ് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളൊക്കെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വിധത്തിൽ ഞങ്ങളുടെ അറിവിലുമല്ലാതെയും രോഗത്താൽ ഭവനങ്ങളിലും ആശുപത്രികളിലൊക്കെ ചികിത്സയിൽ കഴിയുന്ന എല്ലാവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവിടെ സൗഖ്യദായക കരം അവരുടെ മേൽ സ്പർശിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങളുടെ ഇടവകയിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന മക്കളെ അങ്ങ് അനുഗ്രഹിക്കണം. വിദ്യാഭ്യാസ രംഗത്തെ അനിശ്ചിതത്വങ്ങൾ വേഗത്തിൽ മാറുവാൻ, SSLC +2 പരീക്ഷകൾ തക്ക സമയത്ത് നടത്തപ്പെടുവാൻ, വിദ്യാലയങ്ങൾ മുൻ നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ തുറന്ന് പ്രവർത്തിക്കപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ. ഞങ്ങളുടെ ഗാർഹിക സാമൂഹിക അന്തരീക്ഷങ്ങളിൽ പ്രശ്നങ്ങൾ പ്രതികൂലതകൾ കൂടാതെ ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങൾ വഴി നടത്തണമേ. ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും തൊഴിലിനും പഠനത്തിനുമായി ജീവിക്കുന്ന ഞങ്ങളുടെ സമൂഹത്തിലെയും സഭയിലെയും സകല ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സംരക്ഷണം അവരിൽ പകരണമേ. സ്വദേശങ്ങളിൽ വന്നെത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗതാഗത മാർഗങ്ങൾ ഒരുക്കപ്പെടുവാൻ അവിടുന്ന് വഴിയൊരുക്കണമേ. ആഗോള ക്രൈസ്തവ സഭയിലൂടെ ഇന്ന് ദിനത്തിൽ നടത്തപ്പെടുന്ന എല്ലാ ഓൺലൈൻ ആരാധനകളുടെയും ദൈവസാന്നിധ്യം ചൈതന്യവും പകരപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ. ഉദ്ധിതനായ ക്രിസ്തു ഞങ്ങളോട് സദാ സന്തത സഹചാരിയായി സഞ്ചരിക്കുന്നത് ഞങ്ങൾ തിരിച്ചറിയുവാനും അവിടുത്തെ ദിവ്യ കൃപയിൽ ഞങ്ങൾ സമ്പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് ദൈവിക പദ്ധതിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ടുള്ള ജ്ഞാനവും നൽകി ദൈവമേ അങ്ങ് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദിവ്യകരങ്ങളിൽ ഞങ്ങളെ ഈ ഒരാഴ്ച മുഴുവൻ അവിടെ വഹിക്കണമേ. പ്രത്യേകിച്ചുനാഥ, ഞങ്ങളൊരു പുതിയ മാസത്തിൻ്റെ പുതിയ ദിനങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നുവല്ലോ. ദൈവമേ, 2 ദിനങ്ങൾക്ക് മുൻപ് ഞങ്ങൾക്ക് തൊഴിലാളി ദിനത്തെ ഓർക്കുവാനും നാഥ, അവിടെ ഞങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ച് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ കഠിനമായിട്ട് അധ്വാനിച്ച് ജീവസന്ധാരണ മാർഗങ്ങൾ കണ്ടെത്തുവാൻ തക്കോട്ട് അവിടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. കൃഷികാര്യങ്ങൾ ചെയ്ത്, കച്ചവടങ്ങൾ ചെയ്ത്, വിവിധങ്ങളായിട്ടുള്ള ഉപജീവനങ്ങളിൽ ഏർപ്പെട്ട് സംഘടിത അസംഘടിത തൊഴിൽ രംഗങ്ങളിൽ തൊഴിലെടുക്കുന്ന എല്ലാവരെയും ദൈവം ഞങ്ങൾ ഓർമ്മിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ ദിവസങ്ങളിൽ തൊഴിൽ സംബന്ധമായി കോടിക്കണക്കിന് മനുഷ്യർ ലോകത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ടും തൊഴിൽ ചെയ്യുവാൻ കഴിയാതെയും ഉപജീവനങ്ങൾ പ്രതിസന്ധികളൊക്കെ അനുഭവിച്ച് കഴിയുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ദിവ്യകൃപ കൂടെയിരിക്കണം. നാഥ, ഈ മാസത്തിൻ്റെ ദിവസങ്ങൾ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ജീവിത നന്മകളും അവിടുന്ന് പ്രദാനം ചെയ്ത് ഞങ്ങളൊക്കെ വഴി നടത്തണം എന്ന് ഞങ്ങൾ വിനയത്തോടും താഴ്മയോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഈ വിധത്തിൽ ഓൺലൈൻ ആരാധനയോടെ നൽകുന്ന നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തുതിക്കുന്നു. ദൈവൻ്റെ പിന്നിൽ ദീർഘദിനങ്ങളായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയൊക്കെ ചെയ്യുന്നവരെ ദൈവം
അവിടുന്ന് മാനിക്കുകയും ചെയ്യണം എന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് അങ്ങ് ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും ഈ വരുന്നൊരാഴ്ച അതിജീവിപ്പാൻ തക്കവണ്ണം ദൈവശക്തി ഞങ്ങൾ പകരണമേ. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ഇസ്രായേൽ ജനത്തിന് കൂടെ ഇരുന്ന കർത്താവ് രാപകൽ ഞങ്ങൾക്കും കൂട്ടായിട്ടിരിക്കണമേ. അവിടുത്തെ സന്നിധി ഞങ്ങൾ സമ്പൂർണ്ണമായിട്ട് നിങ്ങൾ ഫലമേൽപ്പിക്കുന്നു. തെറ്റുകുറ്റങ്ങളെ കുറവുകൾ അവിടുന്ന് ക്ഷമിക്കണം. മാനവമഹത്വം അങ്ങ് സ്വീകരിക്കണം. ക്രിസ്തേശു നിമിത്തം ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപ തോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യം, ശക്തിയും മഹത്വം എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ആമേൻ. പാഠപുസ്തകത്തിൽ 124-ാമത്തെ പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ദൈവവചനം ധ്യാനിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രപ്പെടുത്തുകയും ചെയ്യാം. 124. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവവചന ധ്യാനത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയും ഏകാഗ്രതയും ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു.
ദക്ഷിണേന്ത്യ സഭ ഇന്നൊരുമിച്ച് ചിന്തിക്കുന്ന ധ്യാന വിഷയം ദൈനംദിന ജീവിതത്തിൽ ഉയർത്ത ക്രിസ്തുവിനോടൊത്തുള്ള കൂട്ടായ്മ എന്നതത്രേ. വിശുദ്ധ ലൂക്കോസ് വിശേഷം 24-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളാണല്ലോ നാം ഇന്ന് സുവിശേഷ പാഠമായി വായിച്ച് കേട്ടത്. തിരുവചന ധ്യാനത്തിന് സഹായകമായും നമുക്ക് ആ വേദഭാഗത്തെ ഉപയോഗിക്കാം. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം എഴുതിയ സുവിശേഷകൻ, അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു എന്ന അറിവ് നമുക്കുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ചിത്രകാരനായിരുന്നു എന്നും യഹൂദ പാരമ്പര്യങ്ങളിൽ പറയുന്നു. അത് യഥാർത്ഥമായതാണോ അല്ലയോ എന്നതിന് അധികം നിഗമനങ്ങളും തെളിവുകളും നമ്മുടെ പക്കലില്ല. എന്നാൽ അക്ഷരങ്ങൾ കൊണ്ട് മനോഹരമായ ചിത്രങ്ങൾ തീർക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്നത് ലൂക്കോസ് സുവിശേഷത്തിൻ്റെ രചനാ രീതി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വെളിപ്പെടുന്ന ഒരു സത്യമാണ്. എമ്മവൂസ് യാത്ര അത്തരത്തിൽ ഒരുക്കിയിരിക്കുന്ന മനോഹരമായൊരു വാഗ്മയ ചിത്രത്തിൻ്റെ ദൃഷ്ടാന്തം തന്നെയാണ്. 2 പേർ യെരുശലേമിൽ നിന്ന് എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്കുള്ള യാത്രയിലാണ്. 7 നാഴിക ദൂരമുള്ള ഒരു യാത്ര. യാത്രകൾ മനുഷ്യന് നൽകുന്ന അറിവും അനുഭവവും അവർണ്ണനീയമായതാണ്. യെരുശലേമിൽ നിന്ന് എമ്മവൂസിലേക്കുള്ള ഈ യാത്ര അറിവും അനുഭവവും മാത്രമല്ല, വളരെ ആഴമേറിയ ആത്മീക പാഠം കൂടെ ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു യാത്രയാണ്. 2 പേരാണ് ഈ യാത്രയിൽ പങ്കെടുത്തതായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ക്ലെയോപ്പാവ് എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 2 പേരായിരുന്നു അതെന്നത് പൊതുവായ നിഗമനം. എന്നാൽ യേശുവിൻ്റെ ശിഷ്യഗണങ്ങളിൽ അപ്പോസ്തലന്മാർ എന്നറിയപ്പെടുന്ന 12 പേരിൽ പെടുന്നവരല്ല അത്. യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അതുകൂടാതെ 70 പേരടങ്ങുന്ന ഒരു ശിഷ്യ സമൂഹത്തെയും ഉപയോഗിച്ചിരുന്നു എന്ന് വെളിപ്പെടുത്തലുകളുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ അതിൽ 2 പേരായിരുന്നിരിക്കാം ഈ 2 ശിഷ്യന്മാരെന്നും അഭിപ്രായം ഉയരാറുണ്ട്. എന്നാൽ പൊതുവെ ഇന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു പണ്ഡിത മതം യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 25-ാം വാക്യത്തിൽ ക്രൂശിനരികെ നിന്നിരുന്ന സ്ത്രീകളെക്കുറിച്ച് യോഹന്നാൻ എഴുതുമ്പോൾ ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയ എന്ന ഒരു സ്ത്രീയെക്കുറിച്ചും അവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഈ വ്യക്തിയാകാം ഇവിടെയും പറഞ്ഞിരിക്കുന്ന ക്ലെയോപ്പാവെന്നും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും, അങ്ങനെ ആ ഒരു കുടുംബമാണ് യെരുശലേമിൽ നിന്ന് എമ്മവൂസിലേക്കുള്ള യാത്രയിൽ യേശു കൂടെ അനുഗമിക്കുന്നതെന്ന് ഇന്ന് കൂടുതലായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് ഒരു വലിയ അന്വേഷണ വിഷയമായി നാം തിരഞ്ഞെടുത്തില്ലെങ്കിൽ തന്നെയും എന്തായിരുന്നു ഈ യാത്ര മധ്യേ ഇരുവരുടെയും മനോഭാവം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മെ ചിന്തയ്ക്ക് പ്രേരിപ്പിക്കുന്നതാണ്. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ 24-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിച്ചു, അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു എന്ന് എഴുതിയിരിക്കുന്നു. യേശുവിൻ്റെ ചോദ്യത്തിന് അവരുടെ ഉത്തരം അത് വാക്കുകളായല്ല, അവരുടെ മുഖഭാവത്തിൽ നിന്നാണ് ക്രിസ്തു വായിച്ചെടുത്തത്. അവർ തികച്ചും നിരാശരാണ്. മനസ്സിൻ്റെ അവസ്ഥ അവർ മുഖത്ത് മറച്ചു വച്ചില്ല. മനസ്സുകൊണ്ട് തകർന്ന് മുഖം വാടിയ 2 മനുഷ്യർ. ഇനി എന്ത് തങ്ങളുടെ ജീവിതത്തിലും വിശ്വാസത്തിലും മുന്നോട്ട് എന്ന സംശയവും ഭയവും അവരെ കീഴ്പ്പെടുത്തിയിരുന്നു. കാരണം യേശുക്രിസ്തുവിനോടൊപ്പം പരസ്യ ശുശ്രൂഷ കണ്ടും കേട്ടും മനസ്സിലാക്കിയവരായിരുന്നു ഇരുവരെന്നും അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അധികം വൈകാതെ മശിഹാ രാജ്യം സൃഷ്ടിക്കപ്പെടുമെന്ന പ്രതീക്ഷ പുലർത്തിയിരുന്ന 2 പേർ. യഹൂദ മതപ്രമാണികൾ പോലും പറഞ്ഞു തുടങ്ങിയിരുന്നു. ജനമെല്ലാം യേശുവിൻ്റെ പിന്നാലെ ആയി. യേശു വന്നിരുന്നിടത്ത് ആയിരക്കണക്കിന് മനുഷ്യർ ക്രിസ്തുവിൻ്റെ പ്രസംഗം കേൾക്കുന്നതിനും അതോടൊപ്പം തന്നെ മശിഹ പ്രതീക്ഷയെ സാധൂകരിക്കുന്ന ക്രിസ്തു ചെയ്യുന്ന അത്ഭുതങ്ങൾ അനുഭവിക്കുന്നതിനുമൊക്കെ വന്ന് ചേർന്നുകൊണ്ടിരുന്നു. ഇത്തരത്തിൽ ഒരു വലിയ പിൻബലം ക്രിസ്തുവിന് വർദ്ധിച്ചു വന്നിരുന്നത് കൊണ്ട്
യഹൂദ ജനത്തിൻ്റെ രാജാവായി ക്രിസ്തു വേഗത്തിൽ അധികാരം പിടിച്ചെടുക്കുമെന്ന് ചിന്തിച്ചിരുന്നവർ. എന്നാൽ തികച്ചും പ്രതീക്ഷയ്ക്ക് വിപരീതമായാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. യേശു ക്രൂശ് വഹിക്കുമ്പോഴും ക്രൂശിൽ തറയ്ക്കപ്പെടുമ്പോഴും അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ക്രൂശിൽ മരണപ്പെട്ടു, കല്ലറയിൽ അടക്കപ്പെട്ടു, കല്ലറ മുദ്രയിടപ്പെട്ടു, കാവലും ഏർപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചില സ്ത്രീകൾ ഉൾപ്പെടെ ശിഷ്യന്മാർ ചിലർ രാവിലെ കല്ലറയ്ക്കൽ പോയി യേശുവിൻ്റെ ശരീരം എങ്കിലും ഒന്ന് കാണാം എന്ന് കരുതി ചെന്നപ്പോൾ അവിടെയും ക്രിസ്തുവിൻ്റെ ശരീരത്തെ കാണുവാനില്ല. അതും യഹൂദന്മാർ എടുത്ത് മാറ്റിയിരിക്കാം. അങ്ങനെ വാനോളം തങ്ങൾ പുലർത്തിയിരുന്ന പ്രതീക്ഷകൾ ചീട്ടുകൊട്ടാരം പോലെ ഇതാ തകർന്നടിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവരുടെ മുഖം വാടുവാൻ തക്കവണ്ണം മനസ്സിനെ മതിച്ചിരുന്ന ഒട്ടേറെ ചിന്തകൾ. നമുക്കതിനെ വളരെ ലഘൂകരിച്ചിങ്ങനെ പറയാം. ദൈവിക പദ്ധതിയെക്കുറിച്ച് തങ്ങൾ ചിന്തിച്ചിരുന്നതെല്ലാം അസ്ഥാനത്തായിരിക്കുന്നു. അതുകൊണ്ടാണ് യെരുശലേമിൽ നിന്ന് അവരുടെ പഴയ ഗ്രാമമായ എമ്മവൂസിലേക്ക് അവർ തിരികെ യാത്ര ചെയ്യുന്നത്. യെരുശലേമിൽ നിന്ന് എമ്മവൂസിലേക്കുള്ള ദൂരം അത് കേവലം ഭൂമിശാസ്ത്രപരമായൊരു അകലം മാത്രമല്ല, വിശ്വാസ സംബന്ധമായി മനുഷ്യൻ പുലർത്തുന്ന മുൻവിധികൾ പരാജയപ്പെടുന്നതിൻ്റെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകലത്തെ സൂചിപ്പിക്കുന്ന പദമാണ് യെരുശലേമും അവിടെ നിന്ന് എമ്മവൂസിലേക്കുമുള്ള ദൂരം. ദൈവിക പദ്ധതികളെ ബുദ്ധി കൊണ്ടും പരിമിതമായ അറിവുകൊണ്ടും അപൂർണമായ അനുഭവങ്ങൾ കൊണ്ടും അളന്നെടുക്കുവാൻ ശ്രമിക്കുന്ന പാവം മനുഷ്യർ ഞാനും നിങ്ങളും. നാം വിചാരിക്കുന്നത് പലതും ദൈവത്തിൻ്റെ പദ്ധതികളല്ല, അത് പലപ്പോഴും നമ്മുടെ പദ്ധതികളാണെന്ന് തിരിച്ചറിയുവാൻ നമ്മൾ വൈകാറുണ്ട്. ദൈവം തൻ്റെ പദ്ധതി പൂർത്തിയാക്കുന്നതുവരെ കാത്തിരിക്കാതെ ദൈവത്തിൽ നിന്ന് പഴയ ജീവിതാവസ്ഥകളിലേക്ക് മടക്കയാത്ര നടത്തുന്ന മനുഷ്യർ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങളിൽ ഈ ആശയത്തിന് കൂടുതൽ വ്യക്തത നൽകുവാൻ പര്യാപ്തമായ ഭാഗമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം 8-9 വാക്യങ്ങൾ. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നുവെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എമ്മവൂസിലേക്കുള്ള യാത്ര 2 ശിഷ്യന്മാരുടെ യാത്രയല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസ ജീവിത യാത്രയുടെ ഭാഗമാണ്. ദൈവിക പദ്ധതി പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാവധാനതയില്ലാതെ ജീവിതയാത്ര തുടരുന്ന നമ്മുടെ ജീവിതാനുഭവം. പ്രബലമായ 2 ദൈവിക സങ്കല്പങ്ങളാണ് എൻടോംഡ് ഗോഡ് ആൻഡ് എൻത്രോൺഡ് ഗോഡ്. കല്ലറയ്ക്കുള്ളിൽ അടക്കപ്പെട്ട ക്രിസ്തുവും സ്വർഗസ്ഥനായ ക്രിസ്തുവും. എന്നാൽ ഇതിന് ഇടയിൽ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ഭൂമിയിൽ പാർത്ത 40 ദിവസങ്ങളിൽ സംഭവിക്കുന്ന കാര്യമാണ് നാം ഇന്ന് ചിന്താവിഷയമാക്കുന്നത്. ഈ ദിവസങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഈ ദിവസങ്ങളിൽ കാണുന്ന ക്രിസ്തുവിനെ നമുക്കിങ്ങനെ വിളിക്കാം എൻ ലിവൺ ഗോഡ്. കല്ലറയ്ക്കുള്ളിൽ അടക്കപ്പെട്ടതും സ്വർഗസ്ഥനായിരിക്കുകയും ചെയ്യുന്ന ദൈവമല്ല, നമ്മുടെ കൂടെ പാർത്ത് നമുക്ക് വേണ്ടുന്ന ജീവൻ്റെ ശക്തി പുതുക്കി നൽകുന്ന നമ്മോട് കൂടെ പാർക്കുന്ന ക്രിസ്തുവിൻ്റെ മുഖം. എന്നാൽ പലപ്പോഴും നാം ദൈവത്തിൻ്റെ പദ്ധതി വീക്ഷിക്കുന്നത് അടഞ്ഞ കല്ലറയ്ക്കുള്ളിലും സ്വർഗസ്ഥനായിരിക്കുകയും ചെയ്യുന്ന അനുഭവത്തിലാണ്. നമ്മുടെ മധ്യ ഇറങ്ങി വന്ന ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കുന്നതും അത് നന്മയ്ക്കായി തന്നെ ഒരുക്കുന്ന പദ്ധതി പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകാറുണ്ട്. 6 ദിവസം കൊണ്ട് സകലത്തെയും സൃഷ്ടിച്ച തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വന്തം സാമ്യതയിലും മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തെ 7-ാം ദിവസം ആരാധനയിൽ ഇല്ലെങ്കിൽ ദൈവവചന വ്യാഖ്യാനങ്ങളിലൂടെ മനുഷ്യവിശ്വാസത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വർണ്ണനകളിലൂടെ
7-ാം ദിവസം ദൈവത്തെ മനുഷ്യൻ പുനഃസൃഷ്ടിക്കുന്നു എന്ന ക്രിസ്തു വിശ്വാസത്തെക്കുറിച്ച് ചിലരെങ്കിലും പറയുന്നതായ ആ ഒരു നിരൂപണത്തെ തികഞ്ഞ അവജ്ഞയോടുകൂടെ നാം തള്ളിക്കളയേണ്ടുന്നതില്ല. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്ന, ചോദ്യം ചെയ്യുന്ന ഒരു പ്രസ്താവനയാണിത്. പക്ഷെ അതിൽ കുറച്ച് ശരിയില്ലേ? ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് പൂർണ്ണമായും നമ്മൾ സമർപ്പിതരായി തീരാതെ നമ്മുടെ പദ്ധതികൾക്കനുസൃതമായി ദൈവത്തെ രൂപപ്പെടുത്തുവാനും ദൈവത്തെ മനസ്സിലാക്കുവാനും തക്കവണ്ണം ശ്രമിക്കുന്ന വിശ്വാസ ജീവിത പരാജയം ചിലപ്പോഴെങ്കിലും നമുക്ക് സംഭവിക്കാറുണ്ട്. എന്നാൽ നമുക്കത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നത് ഇവിടെ ഈ ശിഷ്യന്മാർക്ക് സംഭവിച്ചതുപോലെ അവരുടെ യാത്രയുടെ ഒടുവിൽ ക്രിസ്തു അവരോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ, ദൈവവചനം അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയം കത്തുകയും ക്രിസ്തു അവരോടൊത്ത് ഭക്ഷണത്തിൽ നിന്ന് അപ്പം വാഴ്ത്തി അവർക്ക് നൽകുമ്പോൾ അവരുടെ കണ്ണ് തുറക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്നുള്ളത്. കല്ലറയിൽ ഒടുക്കപ്പെടുകയുമല്ല, അവൻ പറഞ്ഞതുപോലെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന ദൈവിക പദ്ധതിയുടെ ബാക്കിപത്രം തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുന്നത്. മറ്റൊന്ന്, നാം ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും കർത്താവ് അനുദിനം നമ്മോട് കൂടെയുണ്ടെന്നുള്ള സൗമ്യമായ ഓർമ്മപ്പെടുത്തലാണ് എമ്മൗസിലേക്കുള്ള യാത്രയിൽ ക്രിസ്തുവും കൂടെ ചേരുന്നത്. എമ്മൗസ് യാത്രയിൽ ക്ലെയോപ്പാവും സുഹൃത്തും തങ്ങളോട് ചേർന്ന് നടന്നത് ക്രിസ്തുവാണെന്ന് ആദ്യം തിരിച്ചറിയുന്നില്ല. ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും ക്രിസ്തു സാന്നിധ്യം നാം പലപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല, ഇല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതും ഒരു സത്യം തന്നെ. കാരണം അത് അത്രമാത്രം വിഷമകരമായ സാഹചര്യം ആയതിനാലാകാം. മുൻപ് ക്രിസ്തു സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞതും ദൈവം നമ്മെ വിടുവിച്ചതും ധൈര്യപ്പെടുത്തിയതും ഓർമ്മിച്ചെടുക്കുന്നുണ്ടായിരിക്കാം ആ സന്ദർഭങ്ങളിലും. പക്ഷേ ഈ സാഹചര്യത്തിൽ ദൈവത്തിനൊന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല എന്ന് നമ്മുടെ അവിശ്വാസം നമ്മോട് സംസാരിക്കാറുണ്ട്. ക്ലെയോപ്പാവിനും സഹയാത്രികനും പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട്. അവർ ക്രിസ്തുവിനോട് തന്നെ സംഭവിച്ചതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. പക്ഷേ കൂടെ നടക്കുന്നത്, ഇപ്പോഴും കൂടെയുള്ളത് ക്രിസ്തു തന്നെയെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. സഹോദര ഹത്യ നടത്തി ഓടിപ്പോയ കയീനെ നോദ് ദേശത്ത് വെച്ചും യേശാവിൻ്റെ അടുത്തു നിന്ന് ഓടിപ്പോയ യാക്കോബിനെ ബേഥേലിൽ വെച്ചും കഷ്ടതയുടെ തീച്ചുളയിൽ കടന്നുപോയ ഇയ്യോബിനെ ദൈവം അഭിമുഖീകരിച്ചുകൊണ്ടും തീച്ചുളയിൽ എറിയപ്പെട്ട 3 ഇസ്രായേലിയ ബാലന്മാരെ തീച്ചുളയിൽ വെച്ചും അപ്രതീക്ഷിതമായ ദൈവസാന്നിധ്യത്തിൻ്റെ സ്പഷ്ടമായ വെളിപ്പെടുത്തലുകൾ വേദപുസ്തകത്തിൽ ധാരാളമായിട്ട് നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുഖം നമ്മിൽ നിന്ന് മറയ്ക്കപ്പെടുന്നുവോ എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ മുഖം തിരിച്ചറിയാൻ കഴിയാതെ മറയ്ക്കപ്പെടുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകളുടെ അന്ധത മാത്രമാണെന്ന് എമ്മൗസ് സംഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ക്രിസ്തു ഒരു സഹയാത്രികനായി മാത്രമല്ല എമ്മൗസിലുള്ള യാത്രയിൽ പങ്കെടുക്കുന്നത്. ക്രിസ്തു ഒരാത്മസുഹൃത്തായി അവരോടൊപ്പം ചേരുകയാണ്. സ്നേഹത്തിൻ്റെ സൗമ്യമായ ഇടപെടൽ ക്രിസ്തു നടത്തുന്നു. അവരുടെ ആകുലതകളെ തുറന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ഒരു അവസരം ക്രിസ്തു സൃഷ്ടിക്കുകയാണ്. ഒരുതരം കൗൺസിലിംഗ് ആണ് ക്രിസ്തു നടത്തുന്നത്. കൗൺസിലിംഗ് തെറാപ്പിയിലൊക്കെ ഏറ്റവും ആമുഖമായ ഭാഗമെന്ന് പറയുന്നത് റാപ്പോ സൃഷ്ടിക്കുക എന്ന് പറയും. നമ്മളൊരു വ്യക്തിയുടെ ജീവിതത്തോട് സംസാരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ഹൃദയബന്ധം തമ്മിൽ രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് പ്രധാനം. ഇവിടെ ക്രിസ്തു ചെയ്യുന്നു അതുതന്നെയാണ്. 2 പേരോടും കൂടെ നടന്ന് അവരുടെ ആകുലതകൾ, അവരുടെ ആശങ്കകൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവരുമായി നല്ലൊരു ഹൃദയബന്ധം സൃഷ്ടിച്ചതിന് ശേഷം അവർക്ക് സാന്ത്വനം പകരുവാൻ തക്കവണ്ണം ക്രിസ്തു ശ്രമിക്കുകയാണ്. കർത്താവ് അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? നിങ്ങളുടെ മുഖം എന്തിനാണ് വാടിയിരിക്കുന്നത്? ക്രിസ്തുവിനെ അറിയാത്തത് കൊണ്ടല്ല. നമ്മുടെയും ജീവിതത്തിൻ്റെ അവസ്ഥകളൊക്കെയും ക്രിസ്തു തിരിച്ചറിയുന്നുണ്ടെങ്കിൽ തന്നെയും മനസ്സ് തുറന്ന് ക്രിസ്തുവിനോട് പറയുവാൻ തക്കവണ്ണം ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ളതെല്ലാം, നമ്മുടെ ആവശ്യകത എന്ത്, നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ത്, ഇതെല്ലാം തുറന്ന് പറയപ്പെടുവാൻ തക്കവണ്ണം ക്രിസ്തു കേൾക്കുവാൻ സന്നദ്ധനാണ്.
ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നത് എന്ന് നമ്മൾ പാടുമ്പോൾ ക്രിസ്തു ആരാധനയ്ക്ക് മാത്രം യോഗ്യനായവനല്ല എന്നും നമ്മുടെ ജീവിതത്തിൻ്റെ വിഹുലതകൾ മുഴുവനും പകർന്നു നൽകുവാൻ കഴിയുന്നൊരിടമാണ് ക്രിസ്തുവെന്നും ബോധ്യപ്പെട്ടു വേണം നമ്മളത് പാടുവാൻ. യേശു ഇവിടെ അങ്ങനെ അവരുടെ ആശങ്കകളെ കേൾക്കുകയാണ്. അതിനുശേഷം ദൈവവചനത്തിൽ നിന്നാണ് ക്രിസ്തു അവർക്ക് ആശ്വാസത്തിൻ്റെ മറുപടി പറയുന്നത്. മോശ മുതൽ സകല പ്രവാചകന്മാരിലൂടെ തിരുവെഴുത്തുകളിൽ എഴുതിയിട്ടുള്ളതിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ എന്ന് യേശു കർത്താവ് വേദനയോടുകൂടെ അവരോട് ചോദിക്കുന്നു. നമ്മോട് ഇന്ന് ദൈവവചനം ഈ വേദഭാഗത്തിലൂടെ സംസാരിക്കുന്നതും അതുതന്നെയാണ്. വചനം വായിക്കുമ്പോൾ നമുക്ക് നമ്മെ കാണുവാനും ദൈവത്തെ കാണുവാനും മുൻപോട്ടുള്ള വഴി സുഗമമായി തെളിയപ്പെടുകയും ചെയ്യുന്നത് പോലെ തീർച്ചയായിട്ടും ക്രിസ്തു ഇവിടെ ദൈവവചനം തെളിയിച്ചു നൽകുമ്പോൾ അവിടെ ഉള്ളം കത്തുന്നു, കണ്ണു തുറക്കുന്നു, ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അവർ പറയുന്നു, ഞങ്ങളെ വിട്ടു പോകരുതേ, ഞങ്ങളോട് കൂടെ പാർക്കണമേ. അബൈഡ് വിത്ത് മീ എന്ന വളരെ വിശ്വപ്രസിദ്ധമായ ഒരു ഗീതം ഉണ്ടല്ലോ. നമ്മൾ 117-ാമത്തെ പാട്ടായിട്ട് നമ്മുടെ പാഠ്യപുസ്തകത്തിൽ പാടുന്ന ഒരു നല്ല പാട്ടാണ്. ഹാ നേരം വൈകി അന്തിയായിതേ കർത്താവെ പാർക്കുകൻ്റെ കൂടെ എന്ന് 117-ാമത്തെ പാട്ടിൽ നമ്മൾ പാടാറുണ്ട്. ഈ അബൈഡ് വിത്ത് മീ എന്ന ഗീതത്തിൻ്റെ രചനാ പശ്ചാത്തലം പറഞ്ഞ് ഈ ചിന്ത ഉപസംഹരിക്കട്ടെ. ഹെൻറി ഫ്രാൻസിസ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ആംഗ്ലിക്കൻ പുരോഹിതനാണ് ഈ ഗാനം രചിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മസുഹൃത്തിനെ അദ്ദേഹം കാണാനായിട്ട് പോവുകയാണ്, വില്യം അഗസ്റ്റസ് ലേഹോണ്ടെ എന്ന് പറയുന്ന സുഹൃത്ത്. എന്നാൽ അദ്ദേഹത്തെ ദീർഘനാളുകൾക്ക് ശേഷം സന്ദർശിക്കുവാൻ പോകുമ്പോൾ അദ്ദേഹം മരണക്കിടക്കയിലാണ്. അദ്ദേഹം കരഞ്ഞുകൊണ്ട്, ഈ വില്യം അഗസ്റ്റസ് ലേഹോണ്ടെ എന്ന് പറയുന്ന മനുഷ്യൻ കരഞ്ഞുകൊണ്ട് തൻ്റെ പ്രിയ സുഹൃത്തിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, അബൈഡ് വിത്ത് മീ, എന്നോട് കൂടെ തന്നെ ഇരിക്കണമേ, എന്നോട് കൂടെ ഇരിക്കണമേ, എന്നെ വിട്ട് പിരിയരുതേ എന്ന് അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. അത്രേ നമുക്കും കർത്താവിനോട് 2 എമ്മൗസിലെ ശിഷ്യന്മാർ പറഞ്ഞതുപോലെ നമുക്കും പറയാം, കർത്താവ് ഞങ്ങളെ വിട്ട് പോകരുതേ, ഞങ്ങളോട് കൂടെ പാർക്കണമേ. നമ്മുടെ ജീവിതയാത്രയുടെ വഴികളെ ഏകാഗ്രവും അഗാധവുമാക്കുവാൻ ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. ഉൽപ്പത്തിയിൽ ആദിമ മനുഷ്യനോട് സായാഹ്നത്തിൽ സഹയാത്ര ചെയ്തിരുന്ന അതേ സ്നേഹ ചൈതന്യം ജ്ഞാനമായി, സ്നേഹമായി, ജീവൻ പകരുന്ന ഭോജ്യമായി ക്രിസ്തു ദൈനംദിന ജീവിതത്തിൽ നമുക്ക് കൂട്ടായുണ്ട്. ആ വിശ്വാസത്തിൽ മുമ്പോട്ട് ഗമിക്കാം. ദൈവം നമ്മെ ഈ പ്രഭാതത്തിൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇന്നേ ദിവസം വരെ ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവരുടെ പേരുകൾ വായിക്കുന്നു. ജന്മദിനം 27/4 അനുദേവ് JK കുമാർ ഭവൻ, 28/4 ശ്രീമതി നേശം നെട്ടറയ്ക്കൽപ്പറ്റ്, 30/4 ജിഫിൻ S നെല്ലിവിളാകം, 2/5 ക്രിസ്റ്റൽ രാജ് അഭിലാഷ് ഭവൻ, ശ്രീ ജോൺ മാർട്ടിൻ R SL വില്ല, 3/5 ശ്രീമതി കെസി വലിയ പ്ലാങ്കാല, ബബിത BB പെരിങ്കല്ലറക്കൽ വിള, അജീഷ് JR ഭവൻ, ശ്രീമതി ആതിര S കോണത്ത് വിള. വിവാഹ വാർഷികം 3/5 ശ്രീ ഷിജു S ആൻഡ് ശ്രീമതി പ്രവീണ ഷിജു SS ഭവൻ. ജന്മദിന വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവർക്ക് സഭയുടെ പ്രത്യേക പ്രാർത്ഥനകളും ആശംസകളും എത്തരണതിൽ അറിയിക്കുന്നു. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സമാപന സമർപ്പണ ഗാനമായി പാഠപുസ്തകത്തിൽ 537-ാമത്തെ പാട്ട്, സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതു നീ ജയമെടുത്ത് ബിരുദ പ്രാപിക്കുക. ഒരുമിച്ച് ചേർന്ന് പാടാം. 537. സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതി നീ ജയമെടുത്തു ബിരുദു പ്രാപിക്കാം. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതി നീ ജയമെടുത്തു ബിരുദു പ്രാപിക്കാം. കേൾക്കാറാ തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്ത
കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ടു തേജസ്സേറും പുരേ സർവായുധങ്ങൾ ധരിച്ചിടുക ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ സർവായുധങ്ങൾ ധരിച്ചിടുക ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചു നിത്യയുഗങ്ങൾ വാഴും സ്വർഗസിയോനിൽ ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചു നിത്യയുഗങ്ങൾ വാഴും സ്വർഗസിയോനിൽ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ടു തേജസ്സേറും പുരേ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ടു തേജസ്സേറും പുരേ നിത്യാനന്ദമേ നിത്യാനന്ദമേ കാന്തനോടു വാഴും കാലം എത്ര ആനന്ദം ആനന്ദമേ നിത്യാനന്ദമേ കാന്തനോടു വാഴും കാലം എത്ര ആനന്ദം കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ടു തേജസ്സേറും പുരേ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ടു തേജസ്സേറും പുരേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഏറ്റവും വാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഏറെ അനുഗ്രഹം നിറഞ്ഞൊരു പുതിയ മാസത്തിൻ്റെ നല്ല പ്രഭാതം കണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഈ ആഴ്ചയുടെ ദൈനംദിന ജീവിതക്രമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കുന്നതേക്കായിട്ട് സ്തുതിക്കുന്നു. ദൈവവചനത്തെ ഞങ്ങൾ ധ്യാനിച്ചതുപോലെ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അവിടുന്ന് ഞങ്ങളോട് സഹയാത്രികനായി കൂടെയുള്ളത് ബോധ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ. ദൈവം അവിടത്തേക്ക് ഞങ്ങളുടെ മേൽ ഒരു പദ്ധതിയുണ്ടെന്നും ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന ഒരു ദിവ്യ പദ്ധതിയുണ്ടെന്ന് ഞങ്ങൾ സമ്പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുവാനും ഒരു ജീവിതത്തിൽ നേരിടുന്ന ക്ലേശങ്ങളുടെ മധ്യേ ഞങ്ങൾ ദൈവിക പദ്ധതിയുടെ പൂർണ്ണത തിരിച്ചറിയാതെ ഞങ്ങൾ പലപ്പോഴും അവിശ്വാസത്താൽ അങ്ങയിൽ നിന്ന് ഞങ്ങൾ പിന്മാറി പോകാറുണ്ട്. ദൈവജനത്തിലൂടെ അത് തിരുത്തുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ നൽകിയിരിക്കുന്ന ആഹ്വാനത്തെ ഏറ്റെടുക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തിരിച്ചറിവിലും ഇല്ലായ്മയിലും ക്രിസ്തു സാന്നിധ്യം ഒരുപോലെ ഞങ്ങളോട് കൂടെയുള്ള ദയക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. നാഥ, ഞങ്ങൾ ഈ ആഴ്ചയുടെ ഓരോ ദിനങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അങ്ങ് ഞങ്ങളോട് എപ്പോഴും കൂടെ പാർക്കുന്ന അവസ്ഥയെ ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ ജീവിതക്ലേശങ്ങളോടെ കഠിനമായി വരുന്ന ആഴ്ചയുടെ ദിവസങ്ങളെ നോക്കിക്കാണുന്ന അനേകർ ഞങ്ങളുടെ ഇടയിലും ഞങ്ങളുടെ ചുറ്റിലുമുണ്ട്. പ്രത്യേകിച്ച് രോഗത്താൽ പ്രയാസപ്പെടുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, നാളെക്കുറിച്ചുള്ള വിധങ്ങളായിട്ടുള്ള ജീവിത ആശങ്കകൾ കഴിയുന്ന എല്ലാവരുടെ മേലും അവിടെ സമാധാനവും ശക്തിയും അവിടെ നയിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ സകലത്തിലും മതിയായവരെന്ന് വിശ്വസിപ്പാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ ഇടവരുത്തണമേ. ഇന്ന് നൽകിയ നല്ല ആരാധന അനുഭവത്തിനായി സ്തുതിക്കുന്നു. ആരാധനയിലൂടെ ഞങ്ങൾ അനുഭവിച്ച ദൈവശക്തിയിൽ ആനന്ദിച്ചും ആശ്രയിച്ചും അങ്ങയുമായി ദിവസംസർഗം ചെയ്തും ഈ ഒരാഴ്ച ഞങ്ങൾക്ക് ധന്യമായിട്ട് മുന്നോട്ട് നയിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. അവിടുത്തെ ദിവ്യാനുഗ്രഹങ്ങൾ പകർന്ന് സമാധാനത്തോടെ ഞങ്ങളെ അവിടുന്ന് ആശീർവദിച്ച് ഈ വരുന്ന ആഴ്ചയുടെ ജീവിതാവശ്യങ്ങളിലേക്ക് ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളുടെ കുറവുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കണം. മാനമഹത്വം അങ്ങ് സ്വീകരിക്കണം. എത്രയും വേഗത്തിൽ വിശുദ്ധാലയത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വന്ന് അങ്ങ് ആരാധിക്കുവോളം അവിടുത്തെ ക്രൂശിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണം. ക്രിസ്തു നിമിത്തം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയ തോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വിശ്വാസത്തോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജാവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ഉണ്ടായിരിക്കട്ടെ. പിതാപുത്ര പരിശുദ്ധാത്മാവാം
ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.